അപ്പോൾ ഹായ് ഗായ്സ്, കുറുമ്പൻസിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എരിവും പുളിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. ഇതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറോ ഒരു കലം ചോറ് തന്നെ നമുക്ക് കുത്തിയിരുന്ന് കഴിക്കാം. അത്ര ടേസ്റ്റുള്ള സംഗതിയാണ്. ഉണ്ടാക്കാനോ വളരെ കുറച്ച് സമയവും മതി. അപ്പം നമുക്കതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചാലോ? ഇത് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഒരു 5-6 വറ്റൽമുളക് വേണം. ഒരു 4 അല്ലി വെളുത്തുള്ളി, അത് ഓപ്ഷനിലാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും പ്രശ്നമല്ല. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, ദേ ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി, ഇതൊക്കെയാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയുടെ ബോട്ടിൽ കൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ മാജിക്കൽ മൊമെൻറ്റ്സിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് വെളിച്ചെണ്ണ സൂക്ഷിക്കുന്നത് കേട്ടോ. നമ്മുടെ നാടൻ ഐറ്റംസ് ആകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് സംഗതിയിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് തീ കെട്ടി ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഗൈസ്. ചൂടായി വരട്ടെ. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അത് നമുക്ക് ഒഴിച്ച് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് വറ്റൽമുളകൊന്ന് നല്ല മുരുമുരാ മൂത്ത് വരണം. അപ്പോൾ നമ്മളിന്ന് നല്ല ചൂടെണ്ണയിലിടുമ്പം വറ്റൽമുളക് അങ്ങനെ മുരുമുരാ ആയി വരാൻ അധിക സമയമൊന്നും വേണ്ട. അപ്പം മുളകൊന്ന് മുരുമുരാ ആയി വരുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. ഓക്കെ, കോരി മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്നിട്ട് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന പുളിയില്ലേ, അതുകൂടി ഇടാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ചമ്മന്തിയാണ് കേട്ടോ. ഉണ്ടാക്കാനോ വളരെ എളുപ്പം. നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയുള്ളി, വെളുത്തുള്ളി, പുളി, വറ്റൽമുളക്, ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ട് മൂത്ത് വാടി വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ചെറിയ ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അതുവരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ അതിലോട്ട് തന്നെ ഇട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കുറച്ച് ലേശം ഉപ്പൂടെ ഒന്ന് ചാറി ചതച്ചെടുക്കണം. ഞാനിവിടെ മിക്സി ഒന്നും ഉപയോഗിക്കുന്നില്ല, വേറെ പാത്രവും അതിനായിട്ട് യൂസ് ചെയ്യുന്നില്ല ഗായ്സ്. ഇതിൽ തന്നെ ഇട്ട്, ഈ ചട്ടിയിൽ തന്നെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കേട്ടോ. നിങ്ങളുടെ പുളിയും ഉപ്പും ഉള്ളിയും ആ എരിവും എല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതിലിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് എന്ന് കരുതി മിക്സി ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കൈയിട്ട് തന്നെ നമുക്ക് ചെറിയൊരു ഇടികല്ലുണ്ട്, അതിട്ട് ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ടും ഇനി മിക്സിയിലിട്ട് അടിച്ച് അധികം അങ്ങ് അരഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചതച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയാലോ? അപ്പം നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട്. ഇത് ഊണിനൊപ്പവും കഞ്ഞിയുടെ ഒപ്പവും എന്തിന് നമ്മുടെ കപ്പ കിഴങ്ങ് വർഗ്ഗങ്ങൾ പുഴുങ്ങിയതിനോടൊപ്പവും ഇതൊന്നും അല്ലെങ്കിൽ നല്ല ചൂട് മുരുമുരു ദോശയുടെ ഒപ്പം പോലും അടിപൊളി ടേസ്റ്റാണ്.
നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. സബ്സ്ക്രൈബ് അടിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് അടിച്ച് ലൈക്ക് അടിച്ച് ബെൽ ബട്ടൺ അടിച്ച് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.